പ്രായം വെറും നമ്പറായപ്പോൾ പൊട്ടിച്ചിരിയുടെ കിലുകിലുക്കങ്ങളുമായി അവർ ഒത്തുചേർന്നു. കൊച്ചിയുടെ കാഴ്ചകൾ കണ്ണിറയെ കണ്ട് കളിച്ചിരികളുമായുള്ള വിനോദയാത്ര വേറിട്ടൊരു അനുഭവമായിരുന്നു ഓരോരുത്തർക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്കായി മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയ ഏകദിന വിനോദയാത്രയാണ് ഒത്തുചേരലിൻ്റെ സന്തോഷം പകർന്നത്. ആ കാഴ്ചകൾ കാണാം. ും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനി നീച്ചോല, കുന്തലിനോ കാഞ്ഞാരുവേല, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ ആപാദചൂടമീ രാഗപരാഗമീ ആകത്തലർക്കുമീ രോമാഞ്ചം ഓട്ടാണി തിടുക്കം നീതനിച്ചല്ലേ കേളിയാവില്ലേ ഒന്നാം മുല്ല ഇളങ്കൊടി മുല്ലമേൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ, മുല്ല ഇളങ്കൊടി മുല്ലയിൽ കേറിക്കോ പെണ്ണേ പൂവരിക്കാൻ, പൂവരിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തെടുക്കടി മള്ള പെണ്ണേ, പൂവരിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തെടുക്കടി മഞ്ഞ പെണ്ണേ. ഇങ്ങനെ ആടിയും പാടിയും യാത്ര ആഘോഷമാക്കിയപ്പോൾ അവരെല്ലാം കൂടുതൽ ചെറുപ്പമായി. സമപ്രായക്കാർക്കൊപ്പം കളിച്ചിരികളുമായി നീങ്ങിയപ്പോൾ മനസ്സിനും ചെറുപ്പം. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവന്റെ നേതൃത്വത്തിൽ 13 പഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പമാണ് പ്രായമായ 300 പേർ കൊച്ചി കാഴ്ചകൾ കാണാനിറങ്ങിയത്. ആദ്യം ഹിൽ പാലസ്, പിന്നെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, കൊച്ചി മെട്രോയും കായൽ കാഴ്ചകളും എല്ലാം കണ്ടു നീങ്ങിയപ്പോൾ 60+ എന്ന പ്രായം മാറി നിന്നു. ചെറുപ്പക്കാരേക്കാൾ ആവേശമായിരുന്നു എല്ലാവർക്കും. ഒരുപോലെ ആണ് വന്നതും പോകുന്നതും. അതുപോലെ തന്നെ പറയുന്നത് തൃപ്പൂണിത്തുറ പാലസ് കണ്ടു. കുറേയായപ്പോൾ നടക്കാൻ എല്ലാം പോയി കണ്ടു. എല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ക്യൂരിയിരിക്കുന്ന നല്ല ശേരാണ്. പാട്ടൊക്കെ പാടി എല്ലാവരും കുറച്ചൊക്കെ പാടി. നല്ല അടിപൊളി കുറച്ചൊക്കെ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടു. സുഖമായിരുന്നു. പാട്ടൊക്കെ പാടിയോ? പാട്ടൊന്നും പാടിയില്ല. പാട്ടൊന്നും അറിയില്ല. വയോജനങ്ങളുടെ മാനസികോല്ലാസം പൊതുസമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരമൊരു യാത്ര മുത്തോലി പഞ്ചായത്ത് ഒരുക്കിയത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടില് പേരക്കുട്ടികളൊക്കെ നോക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തില് അവർക്ക് സ്വന്തമായിട്ട് പുറത്തു പോകാനും അവർക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങൾ കാണാനൊന്നും സാധിക്കാത്ത സാഹചര്യത്തിൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് സൗജന്യമായിട്ട് ഒരു യാത്ര ഒരു ദിവസം യാത്ര അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സൗജന്യമായിട്ട് ഫുഡ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഹിൽ പാലസിൽ കയറുന്നതിനുള്ള കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അതുപോലെ ഹിൽ പാലസ്, അതുപോലെ തന്നെ വെള്ളാർപാടം, അങ്ങനെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി തന്നെ തിരിച്ച് അവരെ എത്തിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിച്ച് വീടുകളിൽ എത്തിച്ച് ആണ് യാത്ര തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവുമായി പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവനും മറ്റു മെമ്പർമാരും മുന്നിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം പരിരക്ഷാ പദ്ധതി, സൗജന്യ ആംബുലൻസ് തുടങ്ങി ജനകീയമായ നിരവധി പദ്ധതികളിലൂടെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായിരുന്നു മുത്തോലി. തീർത്തും സൗജന്യമായിരുന്നു വയോജന വിനോദയാത്ര. പഴയ സൗഹൃദങ്ങൾ പുതുക്കിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് കൂടലൊരു അനുഭവമാക്കിയാണ് തിരികെ വീട്ടിലേക്കുള്ള യാത്ര. കണ്ട കാഴ്ചകൾ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. അവർ വന്ന് സ്കൂൾ കഥകൾ പറയുന്നത് പോലെ നിങ്ങളെക്കാൾ ചെറുപ്പമാണ് ഞങ്ങളെന്ന് അവരോട് പറയാതെ പറയണം. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.